അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് ഡൊണാൾഡ് ട്രംപ് ജനപ്രീതിയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയതായി പുതിയ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാം പ്രസിഡൻഷ്യൽ കാലയളവിലെ ഏറ്റവും താഴ്ന്ന അംഗീകാര നിരക്കിലേക്കാണ് നിലവിൽ ട്രംപ് എത്തിയിരിക്കുന്നതെന്നും ഇത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഒരു പ്രസിഡന്റിന് ലഭിക്കുന്ന ഏറ്റവും മോശം റേറ്റിംഗുകളിൽ ഒന്നായിരിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. മാർച്ച് 31 പുറത്തുവന്ന വിവിധ സർവേകളുടെ സംയുക്ത വിലയിരുത്തലുകൾ പ്രകാരം ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ് -17 പോയിന്റിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ ശക്തമായ പിന്തുണയോടും ഉയർന്ന പ്രതീക്ഷകളോടും കൂടി ആരംഭിച്ച രണ്ടാം ഭരണകാലം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയ ജനവിശ്വാസ നഷ്ടത്തിലേക്ക് വഴിമാറിയതായാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യുസെറ്റ്സ് ആംഹെർസ്റ്റ് നടത്തിയ സർവേയിൽ വെറും 33% പേർ മാത്രമാണ് ട്രംപിന്റെ ഭരണത്തെ അനുകൂലിച്ചത്. മറുവശത്ത് 62% പേർ അദ്ദേഹത്തിന്റെ ഭരണ നടപടികളോട് അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ഇതിൽ 53% പേർ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. പൊതുജന മനോഭാവത്തിലെ ഈ വ്യത്യാസം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതേസമയം ഫോക്സ് ന്യൂസ് പ്രസിദ്ധീകരിച്ച സർവേയിലും സമാന പ്രവണതയാണ് കാണുന്നത്. ട്രംപിന്റെ ജനപ്രീതി 41% ചുരുങ്ങിയപ്പോൾ 59% പേർ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അകത്തു പോലും പിന്തുണ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ വർഷം 92% പാർട്ടി പിന്തുണ ഈ വർഷം 84% ഇടിഞ്ഞത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. ഇതോടൊപ്പം CNN പുറത്തുവിട്ട സർവേയും സമാനമായ നിരീക്ഷണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കൻ ജനതയുടെ ഭൂരിപക്ഷവും ട്രംപിന്റെ ഭരണത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹത്തിന്റെ രണ്ടാം കാലയളവിലെ ഏറ്റവും താഴ്ന്ന അംഗീകാര നിരക്കാണിത് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രീതി ഇടിയാൻ പ്രധാന കാരണങ്ങൾ. ട്രംപിന്റെ ജനപ്രീതി ഇത്തരത്തിൽ ഇടിയാൻ നിരവധി ഘടകങ്ങൾ കാരണമായെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സാമ്പത്തിക സമ്മർദ്ദം. രാജ്യത്ത് ഉയരുന്ന വിലക്കയറ്റവും ജീവിത ചെലവും സാധാരണ അമേരിക്കക്കാരെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ഇന്ധനവില വർധനയും ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ഇത് ഭരണകൂടത്തിനെതിരെ അസംതൃപ്തി ഉയരാൻ കാരണമാവുകയും ചെയ്തു. പൊതുപ്രശ്നങ്ങളിൽ ശ്രദ്ധക്കുറവ്. സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം 68% പേർ അഭിപ്രായപ്പെട്ടത് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ട്രംപ് മതിയായ ശ്രദ്ധ നൽകുന്നില്ല എന്നതാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പ്രതീക്ഷിച്ച പുരോഗതി കാണാത്തതും വിമർശനങ്ങൾക്ക് ഇടയാക്കി. വിദേശ നയം, സൈനിക നിലപാട്. ഇറാനെതിരായ കർശന നിലപാടുകളും സൈനിക ഇടപെടലുകളും വലിയൊരു വിഭാഗം ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചു. ഇത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന ഭയം ഉയർന്നു. ജനാധിപത്യ മൂല്യങ്ങളിലുള്ള ആശങ്ക. ട്രംപിന്റെ ഭരണശൈലി ജനാധിപത്യ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നതിൽ കുറവാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. വ്യക്തിപരമായ താൽപര്യങ്ങൾ രാജ്യത്തിന് മുകളിൽ മുൻഗണന നൽകുന്നുവെന്ന അഭിപ്രായം 2/3 വിഭാഗം ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നു. പാർട്ടിക്കകത്തുള്ള ക്ഷീണം. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും പിന്തുണ കുറയുന്നത് രാഷ്ട്രീയമായി ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതാണ്. ഇത് ഭാവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ ഐക്യത്തിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ നിലവിലെ അംഗീകാര നില മുൻ പ്രസിഡന്റുമാരായ ജോ ബൈഡൻ, ജിമ്മി കാർട്ടർ, റൊണാൾഡ് റീഗൻ എന്നിവരുടെ ഭരണത്തിന്റെ സമാന ഘട്ടത്തിലെ ജനപ്രീതിയേക്കാൾ ഗണ്യമായി താഴെയാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. സാമ്പത്തിക വെല്ലുവിളികളും നയപരമായ വിവാദങ്ങളും പാർട്ടിക്കകത്തുള്ള പിന്തുണ കുറയുന്നതും ചേർന്നാണ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഈ വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്കും ഇത് ഗണ്യമായ സ്വാധീനം ചെലുത്താനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.